ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശിവമി ശിവാനി. ശിവാനി. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 ആണ് ഗൈസ്. പാർട്ട് 1 കഴിഞ്ഞു. ഇത് നമ്മൾ 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി കാണാൻ പോവുകയാണ്. അപ്പം ആ ഒരു ദിവസം നമ്മൾ വേണ്ട അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട്, പിന്നെ അച്ഛനമ്മ ചേച്ചി. നമ്മുടെ കാറിനകത്ത് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് എത്താം. ഹലോ ഗൈസ്, നമ്മൾ സീ വേൾഡിൽ എത്തിയിട്ടുണ്ട്. സീ വേൾഡ് അല്ല, 360 സൂപ്പർ, അതാണ് നമ്മൾ ഗൈസ്. ഇവിടാണത് 360. നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ആകെ തിരിയുന്നു. നമ്മുടെ ടിക്കറ്റ് നമുക്ക് ഇനി അകത്ത് കയറാം. ഹലോ ഗൈസ്, നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. അതിനേ ഉള്ളൂ. കൂടുതലും ബേർഡ്സ് ആണ്. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉടുമ്പ്, കോഴി, ഗൈസ്, പിന്നെ നിറച്ച് കോഴി പോലത്തെ ഐറ്റംസ്, പ്രാവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കണ്ടത്. ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത ഷോ കാണാം. കണ്ടോ ഗൈസ്? ഞങ്ങൾ 3Dയിലാണ്. ഞങ്ങൾ താന്നു പോലും
കണ്ട് പിന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമിൻ്റെയാണ്. എനിക്ക് ചെറിയ പനിയുണ്ട്, പനി പോലെ ഒരിത് ചുമ, അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കണില്ലെന്ന് സംശയമാണ്. നമുക്ക് ഐസ്ക്രീം തരാം ഒക്കെ പോകാം. നമ്മളിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീം വാങ്ങിക്കുന്നില്ല, കാരണം നമ്മൾ പോപ്കോൺ വാങ്ങിക്കുന്നു ഗൈസ്. പോപ്കോൺ ടൊമാറ്റോ പോപ്കോൺ ആണ് അല്ലേ? ടൊമാറ്റോ പോപ്കോൺ ആണോ ചീസ് ചില്ലി ആണോ? അതിനകത്ത് ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നുണ്ട് ഗൈസ്. പോപ്കോൺ തരുന്നു ഗൈസ്. നമ്മൾ ചീസ് പോപ്കോൺ ഒന്ന് ചീസ് ചില്ലി അതാണ് വാങ്ങിച്ചത് ഗൈസ്. പിന്നെ കുറച്ച് കടകളുണ്ട്. നമുക്ക് നിർത്താമേ ഗൈസ്. പിന്നെ നിറച്ച് ബാഗും പേഴ്സുകളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. നമ്മളൊരു പേനയും കുറച്ച് പോപ്കോണും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങിക്കുന്നില്ല ഗൈസ്. ഗൈസ് പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് വിത്തുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും ഇങ്ങനെ വാങ്ങിക്കുന്നില്ല. നമ്മൾ ചെരുപ്പൊന്നും വല്ല വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കിനി ഗൈസ്. പിന്നെ നിറച്ച് മുട്ട എന്ന് പറഞ്ഞാൽ നിറച്ച് അലുവ സംഭവങ്ങൾ, പഴയകാല മുട്ടായി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടത് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മൾ ഇത്തിരി ബാക്കി വന്നിട്ട് ഓർത്തെ പഴയകാല മുട്ടായികൾ. ഐസ്ക്രീം മുട്ടായി, സിഗരറ്റ്, സ്മോക്കിംഗ് വേഴ്സസ് ക്യാൻസർ, സിഗരറ്റ്. സിഗരറ്റ്, കോയിൻ മുട്ടായി, നമ്മുടെ ഗൾഫിലെയാണ് ഇതിനൊത്തിരി സംഭവങ്ങളാവും വരെ ഉണ്ട്. എന്തൊട്ട് അങ്ങോട്ട് ഒത്തിരി ഉണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റില്ല, അത്രയും നിറച്ചുണ്ട്. നമ്മൾ സിഗരറ്റ് വാങ്ങിക്കുന്നോന്നൊരു സിഗരറ്റ് വാങ്ങിക്കുന്നു ഗൈസ്. നമ്മൾ സിഗരറ്റ് മുട്ടായി വാങ്ങിക്കുന്നു. സിഗരറ്റ് മുട്ടായി വാങ്ങിച്ചു ഗൈസ്. നിറച്ച അലുവകൾ, പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ. നമ്മുടെ ഹെയർസിലൊക്കെ ഇടാൻ പറ്റുന്നു, ദാത്തിലിടാൻ പറ്റുന്നു, അങ്ങനത്തെ ഒക്കെ സംഭവം, ലിപ്പിൽ, മുഖത്ത് ഒക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി സംഭവങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്ര ഉള്ളുണ്ട്, ഇതുകൂടെ കഴിഞ്ഞ് ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി അടച്ചേക്കുവാണ്.
പിന്നെ നിറച്ച് ഫ്ലവർ കവേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ തിന്നുന്ന ഐറ്റംസ് ഇത്ര ഉള്ളു ഗൈസ്. ഇവിടെ കരിപ്പെട്ടിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം ചേട്ടാ. പനി ചുമ്മാ ജലദോഷമൊക്കെ ഇത്ര ഉള്ളൂ. കുറേ നേരം കൊണ്ട് ഇത്ര ഉള്ളൂ എന്ന് പറയുന്നത് ഗൈസ് തീർന്നില്ല. ഗൈസ് ഇനിയുള്ള സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സെയിം തന്നെ പിന്നെയും നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദ മരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെയും വരുവാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഇത് മാത്രം ഒരു സ്പെഷ്യലാലിറ്റി. പിന്നെ ഡ്രസ്സസ്. അപ്പോൾ നമ്മൾ ഇനിയും ബാക്കിയൊന്നും കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി വരും. നമ്മൾ ഇവിടെ നിന്ന് മോതിരം വായിച്ചു. കണ്ണിൻ്റെ സൈസ് ഒരു മോതിരം വായിച്ചു ഗൈസ്. ഇതിനകത്തൊരു കണ്ണാണ് ഗൈസ് മോതിരം വായിച്ച്. നമുക്ക് വീട്ടിൽ ചെന്നിട്ടെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരണം. നമുക്കറിയാം വേറെ സ്ഥലത്ത് നോക്കാം ഗൈസ്. ഞാൻ വാങ്ങിച്ച മോതിരം ഇതാണ് ഗൈസ്. പിന്നെ അവിടെ ഡ്രസ്സസ് നമ്മളപ്പോൾ മോതിരം ഇട്ടാൻ പോവാണ്. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ വാങ്ങിച്ചതെല്ലാം കാണിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ബേക്കറീസ് ഉണ്ട് ഗൈസ്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ, പക്ഷെ നമ്മൾ കഴിക്കുന്നില്ല. ബേക്കറീസ് ഉണ്ട്. കഴിക്കുന്നോ ഇല്ലയെന്ന് അറിയത്തില്ല. എനിക്ക് വേണ്ടെന്നു നോക്കാം കണ്ടോ ഗൈസ്. ഞാൻ ഐസ്ക്രീം ചിലപ്പോൾ കഴിക്കും. ബാക്കിയുള്ളവർ പാവ് ഭാജിയാണ്, പാനിപ്പൂരി പാവ് ഭാജി ഒക്കെ വാങ്ങിക്കുന്നതാണ്. ഞാൻ ചിലപ്പോൾ ഐസ്ക്രീം ആയിരിക്കും കഴിക്കുന്നത്. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല. അമ്മ ശ്രദ്ധിച്ചതുപോലെ ഗൈസ് നമ്മൾ പാനിപ്പൂരി വാങ്ങിച്ച് ഏരി ഏരി ചിരിച്ചു. എനിക്ക് എന്റെ തോടാണ് എരിവുള്ളതിന് തെളിവുണ്ട്. ഇതെറിയാൻ പോവുകയാണ് ഗൈസ്. ഫസ്റ്റ് ആരാണ് എറിയുന്നത്? ഞാനോ? എനിക്ക് ഒരെണ്ണം മതി. എനിക്ക് എറിയാൻ അറിയത്തില്ല. ചേച്ചിയാണ്. അങ്ങോട്ട് പൊക്കി എറിയണം. സമൂഹം പോയി സ്കോണാക്കിയോണ്ട് എന്റെ ചേച്ചിയാണ് എടുക്കുന്നത്. ഒത്തിരി ഗെയിമുണ്ട് ഗൈസ് ഇവിടെ. ചേച്ചി ഓണാക്കി വെച്ചിട്ട് ചുമ്മാ പറയാതിരിക്കുന്നു. ഇതിന്റെ പേരറിയത്തില്ല. എന്താണ് പേര്? നമ്മൾ നേരത്തെ കയറിയ 3D എഫക്റ്റ് ആണ് കാണുന്നത്. ആ ബോൾ പോലെ ഗ്ലോബ് പോലെ പിന്നെ അക്വേറിയം നേരം നന്നായിട്ട് നമ്മൾ കയറുന്നില്ല. വള്ളമുണ്ട്. നമ്മളെ കൊല്ലത്ത് വന്നു. ഇതാണ് പുളിമുട്ട്. ഹലോ ഗൈസ്, നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിന്റെ തൊട്ടപ്പുറത്തെ പാർക്കാണ്. നമ്മൾ പാർക്കിൽ പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുള്ള, പിന്നെ എല്ലായിടത്തൂടെ പോയി നമ്മൾ നല്ലതായിട്ട് ക്ഷണിച്ചു. പിന്നെ നേരെ നല്ലതായിട്ട് ഇരുട്ടുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല.
ഞാൻ ഇപ്പോൾ ബീച്ചിലാണ് ഗൈസ്. ബീച്ചിൻ്റെ അങ്ങോട്ട് പോകത്തില്ല ഗൈസ്, കാരണം എന്താ അവിടെ വലിയ തിരയാണ്. അപ്പോൾ ഗാർഡൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ ഇരിക്കാനാണ്. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കും ഗൈസ്. അതുകൊണ്ട് ആ കാണുന്നതാണ് പാർക്ക്. കാണിച്ചു തരാം. അതുകൊണ്ട് ആ കാണുന്നതാണ് ഗൈസ് പാർക്ക്. അവിടെ എവിടെയായിരുന്നു ഇലീഷ്യൻ ടണൽ. അയ്യോ, ഞാൻ ഇലീഷ്യൻ ടണൽ കടിച്ചതിൻ്റെ താഴെ ഒരു പോലീസെങ്കിലും ഗൈസ്. അപ്പം നമ്മൾ ഇങ്ങനെ പോലീസ് കാർഡ്സ് ഉണ്ടായതുകൊണ്ട് രാത്രിയിൽ വാട്ടർമെലൺ ജ്യൂസ് കുടിച്ച് ഇലീഷ്യൻ ടണലിൽ കയറി ഞങ്ങൾ ഛർദിച്ച് ഗൈസ്. അതുകൊണ്ട് ഇലീഷ്യൻ ടണൽ അന്ന് മതിയായതാണ് ഗൈസ് ഞങ്ങൾക്ക്. പിന്നെ VR ഉണ്ട്. അത് ഇതുവരെ കേറിയിട്ടില്ല, പക്ഷേ നമുക്ക് കേറാം. സ്കൂളിൽ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതിലൊക്കെ കയറും. ഇപ്പം നമ്മൾ ബീച്ചിൽ പോകുന്നില്ല ഗൈസ്, നമ്മൾ ഇവിടെ ഇരിക്കാൻ പോകും. അല്ല ഗൈസ്, അങ്ങനെ നമ്മൾ ഇത് എന്താണ് ബീച്ചൊക്കെ ആസ്വദിച്ചു അല്ലേ വെച്ചാ? ബീച്ച് ആസ്വദിച്ചില്ലേ അല്ലേ ഗൈസ്? നമ്മളിപ്പോൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞായിരുന്നു. നമ്മൾ ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ചുമ്മാ ഇരിക്കുകയാണ്. നമ്മളിവിടെ ബീച്ചിൻ്റെ അടുത്തൊരു 101 വെറൈറ്റി ദോശ ഉണ്ടായിരുന്നു. അതിപ്പോൾ തിന്നാന്ന് പറഞ്ഞായിരുന്നു വന്നേ, പക്ഷെ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. സമയം കാണാൻ ഇരുട്ട് മൂടി ഇരുട്ട് കണ്ടു, ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? ആകാശം അങ്ങോട്ട് ഒത്തിരി ദൂരെ പോകുന്നത്, അവിടാണ് ബീച്ച്. ബീച്ചിലെ മണ്ണ്. അങ്ങനെ എൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയും കൂടെ അത്ര വാങ്ങിക്കാൻ പോയി. ഞാനും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെയാണ് ഇരിക്കുന്നത്. വേറെ എന്ത് നമ്മൾ വല്ലതും കഴിക്കാൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിടാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പിയറേജ് എത്തി. സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഫിഷ് ടാങ്ക്. അങ്ങനെ ഫിഷ് ടാങ്ക് കണ്ടു. ഇവിടെ ഫുൾ റഷാണ്, നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. നമ്മൾക്ക് എനിക്ക് കഴിച്ച് കഴിയാതെ നമുക്ക് എന്തൊക്കെയാണ് പറ്റും. കഴിച്ച് കഴിയുമ്പോൾ കാത്തില്ല, കഴിച്ച് കഴിയുന്നിടം വരെ നമ്മളിവിടെ വെയിറ്റിങ്ങിലായിരിക്കും. I look at you and it's easy to see you are that someone I've been trying to meet. I got your number, won't you pick up the phone? Don't leave me hanging on the dial tone. Think back to the night that we met, jumping in the pool, talk to you, dripping wet. Nervous when I speak, so I trip on my tongue. Never thinking you would be my number one. On my tongue, never thinking you would be my number one. Whoa, jump in your car and we drive to the beach. The sun was setting, it was just you and me. Wind in my hair and the sand in my shoes. Could have chosen anyone, but I choose you. Hop. ഇന്നത്തെ പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടനൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ